ഒടുവിൽ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ കാത്തിരുന്ന ആ വാർത്തയെത്തി. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയിരിക്കുന്നു. തലാലിന്റെ കുടുംബം നിമിഷയോട് ക്ഷമിച്ചിരിക്കുന്നു. എന്നാൽ ആളുകൾ ആ വാർത്ത കേട്ട് ആശ്വസിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ കൂടുതൽ അവ്യക്തത പരത്തിക്കൊണ്ട് അടുത്ത വാർത്തയും എത്തി. ആ വാർത്ത ഫേക്കാണ്. എന്നാൽ യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന വാദത്തിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് കാന്തപുരം ഇപ്പോഴും എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. നേരത്തെ വധശിക്ഷ പിൻവലിച്ചതായുള്ള അവകാശവാദങ്ങൾ തള്ളിക്കൊണ്ട് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം രംഗത്ത് വന്നിരുന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായതായി കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് അറിയിച്ചത്. എന്നാൽ കുറച്ചു സമയത്തിന് ശേഷം ഈ പോസ്റ്റ് കാന്തപുരത്തിന്റെ ഓഫീസ് പിൻവലിച്ചുവെന്ന വാർത്തകൾ എത്തിയതോടുകൂടി ആകെ അവ്യക്തത നിലനിൽക്കുകയായിരുന്നു. ഇതിനിടെയാണ് കാന്തപുരം വീണ്ടും തന്റെ നിലപാട് വ്യക്തമാക്കുന്നത്. വധശിക്ഷ പിൻവലിച്ചെന്നും എന്നാൽ പോസ്റ്റ് പിൻവലിച്ചിട്ടില്ല എന്നുമാണ് അദ്ദേഹം അറിയിച്ചത്. വാർത്താ ഏജൻസിയുടെ പോസ്റ്റാണ് കാന്തപുരം എക്സിൽ പങ്കുവച്ചത്. ഈ വാർത്ത പിന്നീട് വാർത്താ ഏജൻസി പിൻവലിക്കുകയായിരുന്നു. അല്ലാതെ പോസ്റ്റ് കാന്തപുരം പിൻവലിച്ചിട്ടില്ലെന്നും അവർ അറിയിക്കുകയുണ്ടായി. നിമിഷപ്രിയ കേസിൽ ചില വ്യക്തികൾ പങ്കിടുന്ന വിവരങ്ങൾ തെറ്റാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വ്യക്തങ്ങൾ അറിയിച്ചതായി ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനിടെയാണ് പോസ്റ്റ് പിൻവലിക്കൽ വാർത്ത എത്തിയത്. ഇതിൽ കാന്തപുരം വിശദീകരണം നൽകുന്നതിനൊപ്പം തന്നെ മുൻപ് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയുമാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് വിവിധ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമം ANA റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഈ ലിങ്ക് ഇപ്പോൾ ലഭ്യമല്ല. അതേസമയം നിമിഷപ്രിയയുടെ വധശിക്ഷ സംബന്ധിച്ച് ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളതെന്നും നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ കാന്തപുരത്തെ ആശ്രയിച്ചുകൊണ്ടാണ് മുഴുവൻ പ്രവർത്തനങ്ങളും ഇപ്പോൾ നടക്കുന്നതെന്നും അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രൻ പ്രതികരിക്കുകയുണ്ടായി. തലാലിന്റെ കുടുംബം വധശിക്ഷയിൽ നിന്നും പുറകോട്ട് പോയി എന്ന വിവരമാണ് ലഭിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. നേരത്തെ താൽക്കാലികമായി നീട്ടിവെച്ച വധശിക്ഷയാണ് ഇപ്പോൾ പൂർണ്ണമായി റദ്ദ് ചെയ്തത് എന്നും സനായിൽ നടന്ന ഉന്നതതല യോഗത്തിലാണ് ഇതു സംബന്ധിച്ച തീരുമാനം ഉണ്ടായത് എന്നുമാണ് കാന്തപുരത്തിന്റെ ഓഫീസ് നൽകുന്ന വിവരം. യമൻ സർക്കാരിൽ നിന്നും ഇതുവരെ ഔദ്യോഗിക രേഖാമൂലമുള്ള സ്ഥിരീകരണം ലഭിച്ചിട്ടില്ലെന്നും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയുടെ ഓഫീസ് വ്യക്തമാക്കിയിരുന്നു. നേരത്തെ ജൂലൈ 16 നിശ്ചയിച്ച നിമിഷപ്രിയയുടെ വധശിക്ഷ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ കൂടി ഇടപെടലിനെ തുടർന്ന് താൽക്കാലികമായി നീട്ടിവെച്ചിരുന്നു. രണ്ടാം ഘട്ട ചർച്ചകൾക്ക് കേന്ദ്ര സർക്കാർ നിയോഗിക്കുന്ന നയതന്ത്ര പ്രതിനിധികളെ കൂടി പങ്കെടുക്കണമെന്നും കാന്തപുരം അന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ചർച്ചകളിൽ കേന്ദ്ര പ്രതിനിധികളൊന്നും പങ്കെടുത്തിട്ടില്ല. അപ്പോഴും ശുഭവാർത്തകളാണ് കാന്തപുരം പുറത്തേക്ക് വിടുന്നത്. യമൻ സർക്കാരിനെ അടക്കം സ്വാധീനിക്കാൻ കാന്തപുരത്തിന് കഴിഞ്ഞു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും നിമിഷപ്രിയ ചെയ്തത് തെറ്റ് തന്നെയാണ്. ഒരു ജീവനെ എടുക്കാൻ ആർക്കും അനുവാദമില്ല. എങ്കിലും തെറ്റുതിരുത്താൻ ഒരു അവസരം കൂടി കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പോൾ വന്ന വാർത്തകളിൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് ഇനിയും വ്യക്തമല്ല. എന്തായാലും ഒരു കാര്യം മാത്രം പറയാം. ആ വാർത്ത കേട്ടപ്പോൾ ലോകം ഒന്നടങ്കം ആശ്വാസത്തോടു കൂടി കൈകൂപ്പിയിട്ടുണ്ടാകാം. സർവേശ്വരനോട് നന്ദി പറഞ്ഞിട്ടുമുണ്ടാകാം.